വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 4,32,47,600 രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ്, സെക്രട്ടറി മുഹമ്മദ് ബഷീർ, PM അബ്ദുൽ ഗഫൂർ, വികസന സമിതി ചെയർമാൻ, വാർഡംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വികസന ഫണ്ട് ജനറൽ വിഭാഗത്തിൽ 1,27,24,800 രൂപ, 13ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് 64,72,400 രൂപ, പട്ടികജാതി വികസന ഫണ്ട് 1,09,98,900 രൂപ, പ്രത്യേക ഗ്രാന്റ് 16,50,000 രൂപയും, റോഡ് വികസനത്തിനായി 87,39,500 രൂപയും, നോൺ റോഡ് വിഭാഗത്തിൽ 26,62,000 രൂപയും ഉൾപ്പെടെയാണ് മൊത്തം 4,32,47,600 രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകിയത്. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡലപൂജ മഹോത്സവത്തിന്റെ സമാപന ചടങ്ങുകൾ ഈ മാസം 23 മുതൽ 27 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് വിശേഷാൽ നിർമ്മാല, ഭജന, ബുധനാഴ്ച രാവിലെ സർപ്പക്കളം, വൈകിട്ട് നാഗയക്ഷിക്ക് രൂപക്കളം, വ്യാഴാഴ്ച രാവിലെ സഹസ്രനാമ ലക്ഷാർച്ചന തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടാകും. ഹനുമാൻ സ്വാമിക്കും വിഷ്ണുമായ മഹാദേവിക്കും സഹസ്രനാമ ലക്ഷാർച്ചനയും സമൂഹാർച്ചനയും, തുടർന്ന് ഹനുമാൻ സ്വാമിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും ബ്രഹ്മ വെള്ളാട്ട് മണ്ഡപ മഹോത്സവവും നടക്കുന്നതാണ്. കൈപ്പമംഗലം ചളിങ്ങാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര നടത്തി. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ഘോഷയാത്രയിൽ അലങ്കരിച്ച വാഹന അകമ്പടികൾക്കൊപ്പം ക്രിസ്മസ് പാപ്പമാരും മാലാഖമാരുടെയും വേഷം ധരിച്ച് നിരവധി കുട്ടികളും പങ്കെടുത്തു. വികാരി ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. എവിടെയാണ് അധർമ്മം വർദ്ധിക്കുന്നത്, എവിടെയാണ് ധർമ്മം നടക്കുന്നത്, അവിടെയെല്ലാം വിശുദ്ധ പുരുഷന്മാർ അവതാരം ചെയ്യുമെന്നാണ് പുണ്യ പുസ്തകങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുതന്നെയാണ് ക്രിസ്തു ജനനത്തിന് പിന്നിലുള്ളത്. ഈ ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചപ്പോൾ ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടി പിറവിയെടുത്ത ഒരു മഹാപുരുഷൻ, അതാണ് യേശു ക്രിസ്തു. കഴിമ്പ്രം സൗത്ത് സാന്ത്വനം സമിതിയുടെയും മണപ്പുറം ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് K. ദിലീപ് കുമാർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസീസ് പുറക്കുളം യോഗത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി ബാബുരാജ്, ഖജാൻജി AB സുനിൽകുമാർ എന്നിവരും സംസാരിച്ചു. SNSC ചന്ദ്രാപിന്നിയുടെ 46ാമത് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂൾ ഫ്ലഡ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 46 കൊല്ലമായി ഒരു യുദ്ധ സമയത്ത് ഒഴികെ ഒരു മുടക്കവും കൂടാതെ നടന്നു വരുന്ന ഈ ഗ്രാമീണ മേഖലയിൽ നടന്നു വരുന്ന ഒരു വോളിബോൾ ടൂർണമെന്റാണ് SNSC ചന്ദ്രാപിന്നിയുടെ വോളിബോൾ ടൂർണമെന്റ്. 4 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ ടൂർണമെന്റ് അരനൂറ്റാണ്ടുകാലം പിന്നിടുകയാണ്. നമ്മുടെ മണപ്പുറം ഏത് കാലത്തും വോളിബോളിനെ നെഞ്ചിലേറ്റി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ മണപ്പുറത്ത് വന്ന് കളിക്കാത്ത താരങ്ങൾ വളരെ വളരെ അപൂർവമായി. ജിമ്മി ജോർജ് മുതൽ ഇന്ന് ഇവിടെ കളിക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരായിട്ടുള്ള കളിക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഈ കോർട്ടിലും ഈ മണപ്പുറത്ത് വിവിധ കോർട്ടുകളിലും വന്ന് കളിച്ച് പോയവരാണ്. അവരെല്ലാം നമുക്ക് മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചവരാണ്. 46 വർഷം മുമ്പ് ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ അന്ന് ഇവിടെ വന്ന് കളിച്ചവർ ആരൊക്കെയാണ് എന്ന് ഇന്നത്തെ സംഘാടകർ ഒരു പക്ഷേ ഒന്നുപോലും ഉണ്ടായിരിക്കില്ല.
അത്രയധികം കളിക്കാർ വരികയും അവരെല്ലാം ഇവിടെ നമ്മളെല്ലാം കോരിച്ചരിപ്പിച്ച് ത്രസിപ്പിച്ച് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയവരാണ്. നല്ല ഓർമ്മകൾ നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ 46ാമത് വോളിബോൾ ടൂർണമെന്റ് ക്ലബ്ബ് പ്രസിഡന്റ് MS ശ്രീജിത്ത് അധ്യക്ഷനായി. ജെന്നി ആന്റണി പുലിക്കോട്ടിൽ മുഖ്യ അതിഥിയായി. PS സുമൻകുമാർ, MD സുരേഷ്, PC രവി, TR ശശി എന്നിവരും സംസാരിച്ചു. തുടർന്ന് നടന്ന വനിതാ വിഭാഗം മത്സരത്തിൽ 3-നെതിരെ 2 സെറ്റുകൾക്ക് 6S തൃശൂരിനെ പരാജയപ്പെടുത്തി SDVHSS പേരാമംഗലം ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ മാസ് മുത്തകുന്നം വിജയിച്ചു. 5-നെതിരെ 3 സെറ്റുകൾക്ക് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ചരമവാർത്ത. CPM നേതാവും ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ ചന്ദ്രാപിന്നി ഈസ്റ്റ് പോത്താമ്പറമ്പിൽ PG കൊച്ചുരാമൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. പരേതയായ കല്യാണിയാണ് ഭാര്യ. ആനന്ദവല്ലി വേണുഗോപാലൻ, വിജയകുമാർ, മോഹൻദാസ്, ശോഭ, സുരേഷ്, സതി എന്നിവർ മക്കളും. കുമാരൻ, ജയലക്ഷ്മി, ജയസിംഹൻ, ജയലക്ഷ്മി, ബിന്ദു, ദേവദാസ് എന്നിവർ മരുമക്കളുമാണ്. എടത്തിരുത്തി ഏറാക്കൽ കുമ്പളപറമ്പിൽ ചന്ദ്രശേഖരന്റെ ഭാര്യ സുജാത നിര്യാതയായി. 74 വയസ്സായിരുന്നു. സുനിത, സുജിത, സുനീഷ് എന്നിവർ മക്കളും. മോഹനൻ, വിൽസൺ, ശ്രീദേവി എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. മതിലകം പോലീസ് കെയർ കമ്മിറ്റിയുടെ വാർഷികാഘോഷം ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ സുമേധയുടെ ക്യാമ്പിൽ ഇന്നസെന്റ് MP സന്ദർശനം നടത്തി. SNS ചന്ദ്രാപിന്നിയുടെ 46ാമത് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.